നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പലപ്പോഴും പറയാറുള്ള ഒരു വാക്കാണ് ശത്രുക്കൾക്ക് പോലും ഈ ഒരു ഗതി വരുത്തരുതേ എന്നുള്ള ഒരു വാക്ക്. ഇവിടെ ഇത് പറയാനൊരു കാരണമുണ്ട്. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേൽ കയറി കുറച്ച് ആളുകളെ 250ഓളം ആളുകളെ അവിടെ നിന്ന് ബന്ദിയായി ഗാസയിലേക്ക് പിടിച്ചുകൊണ്ട് പോവുകയും അവരെ വെച്ച് വിലപേശുകയും 2000ഓളം വരുന്ന പാലസ്തീൻ തടവുകാരെ മോചിപ്പിക്കാനുള്ള പദ്ധതിയുമായിട്ടും മറ്റ് പല വിലപേശൽ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഈ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരുപാട് പേര് ഹമാസിനെ പിന്തുണയ്ക്കുന്ന, അന്ധമായി പിന്തുണയ്ക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. അവരുടെ കൊലപാതകങ്ങൾക്കെതിരെയും കുട്ടികളെ പീഡിപ്പിക്കുന്ന കാര്യങ്ങൾക്കെതിരെയും ഒന്നും ശബ്ദിക്കാതെ ഒരു രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന സമാധാന പോരാളികളാണ് ഹമാസ് എന്നും പറഞ്ഞിട്ട് അവരെ പിന്തുണയ്ക്കുന്ന, കണ്ണുമടച്ചും പിന്തുണയ്ക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലുമുണ്ടായിരുന്നു. അതുപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുമുണ്ട്. ഒരാളെ ബന്ദിയായി പിടിച്ചുകൊണ്ടു പോയാൽ ഒരു രാജ്യത്തിന് അനുഭവിക്കാൻ സാധിക്കുന്ന വേദനകൾ എന്തെല്ലാമാണ്, അതിന് പുറകെ ആ രാജ്യം അല്ലെങ്കിൽ ആ നാട് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളിൽ അവർ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും, ബ്ലാക്ക് മെയിലിംഗ് ചെയ്യേണ്ടി വരും എന്നുള്ളതിന് ഒരു ഉദാഹരണം ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നും വന്നിരിക്കുന്നു. പാകിസ്ഥാനിലെ ഒരു യാത്രാ ട്രെയിൻ തന്നെ ബലൂചിസ്ഥാനിലുള്ള ഒരു വിഘടന സംഘടന റാഞ്ചിയിരിക്കുകയാണ്, യാത്രക്കാരെ ബന്ദിയാക്കി വെച്ചിരിക്കുകയാണ്. കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നൊരു ചൊല്ലുണ്ട്. അതോടൊപ്പം തന്നെ ദൈവം ഒന്നും മറക്കുന്നവനും പൊറുക്കുന്നവനൊന്നുമല്ല, തക്ക സമയത്ത് ദൈവം പ്രതിഫലം കൊടുക്കും എന്ന് പറയുന്നതും വളരെ ശരിയാണ്. വീട്ടിൽ കിടന്നുറങ്ങിയ ആളുകളെയും സംഗീത പരിപാടിയിൽ ആസ്വദിച്ചുകൊണ്ടിരുന്ന ആളുകളെയൊക്കെ പിടിച്ചുകൊണ്ട് പോവുകയും കൊല്ലുകയും ബലാത്സംഗം ചെയ്യുകയും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ട് അതിനെ കണ്ണുമടച്ച് മതത്തിൻ്റെ പേരിൽ ന്യായീകരിക്കുന്ന ആളുകൾക്ക് ഈ പാകിസ്ഥാനിൽ നടന്ന ഈ ഒരു സംഭവം എങ്ങനെ എടുക്കുമെന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ദ ബലൂച്ച് ലിബറേഷൻ ആർമി എന്ന് പറയുന്ന ഒരു വിഘടനവാദി സംഘടനയാണ് ഈ ട്രെയിൻ റാഞ്ചിയിരിക്കുന്നത്. പാകിസ്ഥാനിലെ തെക്കു പടിഞ്ഞാറൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയായ ക്വറ്റയിൽ നിന്ന് പെഷവാറിലേക്ക് പോകുകയായിരുന്നു ആ യാത്രാ ട്രെയിൻ. ഈ ട്രെയിനിൻ്റെ പേര് ജാഫർ എന്നാണ്. ജാഫർ എക്സ്പ്രസ് ആണ് ഈ തീവ്രവാദികൾ ഇപ്പോൾ റാഞ്ചിയിരിക്കുന്നത്. 9 ബോഗികളും 400 യാത്രക്കാരും ആ ട്രെയിനിലുണ്ടായിരുന്നു. ട്രെയിനിൻ്റെ നിയന്ത്രണം പൂർണ്ണമായിട്ടും ഈ തീവ്രവാദികൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. ബലൂജിൻ്റെ ഈ ശക്തി കേന്ദ്രങ്ങളായ സ്ഥലങ്ങൾ എന്ന് പറയുന്നത് വളരെ ഹാർഡായിട്ടുള്ള ടെറൈനാണ്. അവിടെ ഈ തുരങ്കങ്ങളും അതോടൊപ്പം തന്നെ വലിയ മലകളും കുന്നുകളും ഒക്കെ താഴ്വാരങ്ങളും ഒക്കെ അടങ്ങിയ വലിയൊരു ഭൂപ്രദേശമാണ്. നമ്മുടെ ലഡാക്ക് പോലൊക്കെ ഉള്ളൊരു പ്രദേശമാണ്. അപ്പോൾ അവിടെ ഒരു തുരങ്കത്തിലേക്ക് ട്രെയിൻ കയറിയപ്പോൾ അതിനുള്ളിൽ വെച്ചാണ് ഈ ട്രെയിൻ ഹൈജാക്ക് ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായത്. ട്രെയിൻ കുടുങ്ങിക്കിടക്കുകയാണെന്ന വിവരമാണ് ആദ്യം പാകിസ്ഥാൻ മാധ്യമങ്ങൾ പുറത്ത് വിട്ടത്. അതിനുശേഷം വെടിവെപ്പ് ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ഏറെ വൈകിയതിന് ശേഷമാണ്, കാരണം ഒരുപാട് ഉള്ളിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്, അതിനുശേഷമാണ് ഇങ്ങനെയൊരു ട്രെയിൻ റാഞ്ചലാണ് അവിടെ നടന്നിരിക്കുന്നത് എന്നുള്ള വാർത്ത പുറത്തു വന്നത്. എന്തായാലും ബലൂചിസ്ഥാൻ വിഘടനവാദികളാണ് ഇതിൻ്റെ പുറകിൽ. അവരുടെ പേര് നമ്മൾ ആദ്യം പറഞ്ഞതാണ്. ബലൂചിസ്ഥാൻ ദ ബലൂച്ച് ലിബറേഷൻ ആർമി എന്ന് പറയുന്ന ഒരു വിഘടനവാദി സംഘടനയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിലൊരു 5-6 പേര് കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരവുമുണ്ട്. എന്തായാലും സാധാരണക്കാരായിരിക്കുമല്ലോ ട്രെയിനിലുണ്ടായിരുന്നത്. പിന്നെ വളരെ പ്രത്യേകിച്ചുള്ള ഒരു വിവരം എന്ന് വെച്ചാൽ പാകിസ്ഥാൻ ആർമിയിലെ കുറേ പട്ടാളക്കാർ ആ ട്രെയിനിലുണ്ടായിരുന്നു എന്നുള്ളൊരു വാർത്തയും വരുന്നുണ്ട്. അപ്പോൾ ഇവരെ ഈ ബലൂചിസ്ഥാൻ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി, അപ്പോൾ അതിനു വേണ്ടിയൊക്കെയാണ് ഇവരെ ഒരു ബ്ലാക്ക് മെയിലിന് വേണ്ടി പിടിച്ചതാണ് എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഇനി തുടർന്നുള്ള മണിക്കൂറുകൾ എന്തെല്ലാമാണ് ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ തുടർന്നുള്ള കാര്യങ്ങളെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. പക്ഷേ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ബന്ദികളായി കൊണ്ടുപോകുന്ന ആളുകളുടെ, ഇപ്പോൾ ഈ ബലൂചിസ്ഥാനിലുള്ള ആളുകളും പാകിസ്ഥാനിലുള്ള ആളുകളും ഒരേ മതത്തിലൊക്കെ വിശ്വസിക്കുന്ന ആളുകളൊക്കെയാണ്. അപ്പോൾ സ്വന്തം ആളുകളെ തന്നെയാണ് പിടിച്ചു വെച്ചിരിക്കുന്നതും ബന്ദികളായി സൂക്ഷിക്കുന്നതും. 5-6 പേര് കൊല്ലപ്പെട്ടു എന്നും പറയുന്നു. ഹമാസ് ഇസ്രായേലിൽ നിന്ന് 250 നിരപരാധികളെ, ഒന്നും അറിയാത്ത പാവങ്ങളെ ഗാസയിലേക്ക് തട്ടിക്കൊണ്ടു പോയതിനെക്കുറിച്ച് കണ്ണുമടച്ച് സപ്പോർട്ട് ചെയ്ത ആളുകൾ ഇതേക്കുറിച്ച് എന്തു പറയും എന്നറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഈ നിലപാടുകൾ അവിടെ എവിടെയും വ്യത്യാസം വരുമെന്ന് അറിയില്ലല്ലോ. കാരണം ഈ ബന്ദികളാക്കപ്പെട്ടവരുടെ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളുടെ ആ രാജ്യത്തിൻ്റെ സംഘർഷാവസ്ഥ, അവരുടെ മനസ്സിൻ്റെ വിഷമം അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന വേദനകൾ, ഈ ബന്ദികളാക്കപ്പെട്ടവർ അനുഭവിക്കുന്ന വേദനകൾ, തോക്കിൻ മുനയിൽ നിന്ന് അവർ ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ എന്തൊക്കെ കാര്യങ്ങൾക്ക് വഴങ്ങേണ്ടി വരും എന്നുള്ള ചിന്തകളൊക്കെ ഇപ്പോൾ അനുഭവിക്കാനൊരു അവസരം പാകിസ്ഥാൻ ഉണ്ടായിരിക്കുന്നു. കാരണം പാകിസ്ഥാനൊക്കെ ഈ ഹമാസിനൊപ്പം നിൽക്കുന്ന രാജ്യങ്ങളാണ്. ഈ ഗാസയിൽ തീവ്രവാദികൾക്കൊപ്പം നിൽക്കുന്ന രാജ്യങ്ങളാണ്. അവിടുത്തെ ജനങ്ങൾക്കൊപ്പം, പാവപ്പെട്ട ജനങ്ങൾക്കൊപ്പം എന്ന് പറയുമ്പോഴും
അവർ ഈ തീവ്രവാദികൾക്കൊപ്പം ഹമാസിനൊപ്പം നിൽക്കുന്ന സമീപനമാണ് എപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ബന്ദികളെ പിടിച്ചുകൊണ്ട് പോയതിലൂടെ 400 ബന്ദികളാണ് ഇപ്പോൾ ഹമാസ് കൊണ്ടുപോയത്, 250 പേരെയാണ്. ഇപ്പോൾ ബലൂചിസ്ഥാൻ കൊണ്ടുപോയത് 400 ബന്ദികളെയാണ് പാകിസ്ഥാൻ ട്രെയിൻ ഉൾപ്പെടെ അവർ ഹൈജാക്ക് ചെയ്തിരിക്കുന്നത്. എന്തായാലും അവരുടെ അവകാശങ്ങൾ അവർ നേടിയെടുക്കുന്ന ഉറപ്പാണ്. കാരണം ഈ ബലൂചിസ്ഥാനെ സഹായിക്കുന്നത്, പ്രത്യക്ഷമായിട്ടും പരോക്ഷമായൊക്കെ സഹായിക്കുന്നത് നമ്മുടെ രാജ്യമാണ്, ഇന്ത്യയാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ബന്ദികളാക്കപ്പെട്ടവരുടെ അവസ്ഥ മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ പാകിസ്ഥാന് വന്നിരിക്കുന്നത്. സിറിയ ഇപ്പോൾ കത്തുകയാണ്. സിറിയ പ്രശ്നരൂക്ഷിതമായി അവിടുത്തെ സാഹചര്യങ്ങൾ തുടരുകയാണ്. അലവൈറ്റുകളും ക്രൈസ്തവരൊക്കെ നിർദാക്ഷിണ്യം കൊല്ലപ്പെടുന്ന അവസ്ഥയാണ് ഇപ്പോൾ സംജാതമാകുന്നത്. ഇനി ഒരു പ്രത്യേക സൈനിക നടപടി അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും നേതൃത്വത്തിൽ സിറിയയിൽ ഉണ്ടായാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. കാലത്തിൻ്റെ അനിവാര്യമായ ഒരു ഘടകമായി അത് മാറേണ്ടിയിരിക്കുന്നു. അത് മാറും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം അസദിൻ്റെ ഒരു കിരാത ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് വന്നു എന്നുള്ള അവകാശപ്പെട്ടു വന്ന അൽ ഷഹറയുടെ ഹയാത്ത് തഹ്രീർ അൽ ഷാം എന്ന് പറയുന്ന ISISൻ്റെ ഒരു പോഷക സംഘടന നേതൃത്വം കൊടുത്ത ഈ ഒരു ഗവൺമെൻറ് ഒരുപാട് പ്രതീക്ഷകളാണ് ആളുകൾക്ക് കൊടുത്തത്. ന്യൂനപക്ഷങ്ങളൊക്കെ തങ്ങളുടെ രക്ഷകൻ വന്നു, അല്ലെങ്കിൽ ഇനിയുള്ള കാലം സിറിയയിൽ സുഖമായി ജീവിക്കാം എന്നൊക്കെ വിചാരിച്ചെങ്കിലും അതൊക്കെ അസ്ഥാനത്തായി പോകുന്ന കാഴ്ചയെ കണ്ടത്. കാരണം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അവർ തോക്കെടുത്ത് തങ്ങൾക്കെതിരെ നിന്ന അസദിൻ്റെ അനുകൂലികളെയും മറ്റ് തങ്ങൾക്കെതിരെയുള്ള എല്ലാ അഭിപ്രായക്കാരെയും അല്ലെങ്കിൽ തങ്ങൾക്കെതിരെ നിൽക്കുന്ന ആളുകളെയെല്ലാം വകവരുത്തുന്ന, ക്രൈസ്തവരെ വണ്ടിയിലൊക്കെ കൊണ്ടുപോയിട്ട് നിരത്തി കിടത്തി അവർക്ക് നേരെ നിറയൊഴിക്കുന്ന കാഴ്ചകളൊക്കെ ഇനി വരും ദിവസങ്ങളിലും ഇതിനെപ്പറ്റിയുള്ള വാർത്തകളെല്ലാം നമുക്ക് സംസാരിക്കാം. എന്തായാലും ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് ഇത്ര മാത്രമാണ്. ഹമാസ് ഇസ്രായേലിൽ തട്ടിക്കൊണ്ടുപോയ ബന്ദികളുടെ ആ അവസ്ഥയും പാകിസ്ഥാനിൽ ഇപ്പോൾ ട്രെയിൻ ഉൾപ്പെടെ കൊണ്ടുപോയ ബന്ദികൾ 400 ബന്ദികളുടെ അവസ്ഥയും ഒന്ന് താരതമ്യം ചെയ്ത് നോക്കൂ. എന്തായാലും രണ്ടും രണ്ട് വിഷയമാണ്, നമുക്ക് ഒരിക്കലും കൂട്ടി യോജിക്കാൻ പറ്റില്ല. കാരണം അല്ലെങ്കിൽ ബന്ദികളെ തട്ടിക്കൊണ്ടുപോയവന്മാരെ സപ്പോർട്ട് ചെയ്ത പാകിസ്ഥാന് ഇതിൽ കൂടുതൽ പണി ദൈവം വേറെ കൊടുക്കാനില്ല. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.